ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ എക്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് വരുത്തുന്ന പ്രധാനപ്പെട്ട 3 മിസ്റ്റേക്സിനെ പറ്റിയിട്ടാണ്. ഈ മിസ്റ്റേക്കുകൾ വരുത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ടോപ്പിക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ, അപ്പോൾ ആ 3 മിസ്റ്റേക്സിലോട്ട് വരുന്നതിന് മുമ്പ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു വിശ്വാസത്തിന് ബേസ് ചെയ്തിട്ടാണ്. മീൻസ് നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആഗ്രഹിക്കുമ്പോൾ അത് എത്രത്തോളം നമ്മൾ വിശ്വസിക്കുന്നോ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് റിസൾട്ട് ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു 50% വിശ്വസിക്കുന്നുള്ളൂ എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. റിസൾട്ട് ചിലപ്പോൾ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടേയിരിക്കും. 100% നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. തീരെ വിശ്വസിക്കുന്നില്ലെങ്കിലോ നമുക്ക് റിസൾട്ട് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മുടെ ആ ചിന്തകൾ, നമ്മൾ എന്താണോ മനസ്സിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് 100% വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് തന്നെ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ എക്സിനെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ പലരും യൂട്യൂബിൽ കണ്ടിട്ടുള്ള ടെക്നിക്കുകൾ, പേഴ്സണൽ ഗൈഡൻസിലുള്ള ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ അതുപോലെ ചെയ്തോ. പക്ഷേ ഈ മിസ്റ്റേക്കുകൾ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ ചില ആളുകളുണ്ട് വിഷ്വലൈസേഷൻ മാത്രം ചെയ്യും. അതൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ ആക്ഷൻ എടുക്കാതെ നമുക്ക് പെട്ടെന്ന് അത് മാനിഫെസ്റ്റ് ചെയ്യത്തില്ല. പെട്ടെന്ന് എന്നല്ല, നമ്മളൊരു റൂമിനകത്തിരുന്ന് മെഡിറ്റേഷൻ ചെയ്യുന്നു, കണ്ണടച്ചുകൊണ്ട് വിഷ്വലൈസേഷൻ ചെയ്യുന്നു, അതുകൊണ്ട് മാത്രം നമുക്ക് മാനിഫെസ്റ്റേഷൻ നടക്കത്തില്ല. നമുക്ക് ഒരുപാട് സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വരുമെങ്കിലും മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം എന്നുണ്ടെങ്കിൽ 100% നമ്മൾ ആക്ഷൻ എടുക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളൊരു ലോട്ടറി അടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ലോട്ടറി എടുക്കുന്ന ആളുകളുണ്ടാവാം, അതിനെതിരുള്ള ആൾക്കാരുണ്ടാവും. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ ഒരു ലോട്ടറി നമ്മൾ അടിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടോ വിഷ്വലൈസേഷൻ ചെയ്തിട്ടോ കാര്യമുണ്ടോ? ലോട്ടറി എടുക്കുക എന്ന് പറയുന്ന ആ ഒരു ആക്ഷൻ ചെയ്യണ്ടേ? അത് ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മളത് വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 100% അത് ബിലീവ് ചെയ്യുമ്പോൾ അതിൽ സക്സസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പം ഞാൻ ഒരിക്കലും ഇത് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾക്കിത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ കം ടു ദ പോയിന്റ്, നമുക്ക് ഈ എക്സിനെ അട്രാക്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അവരെ വിളിച്ച് ശല്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ മെസ്സേജ് അയച്ച് വെറുപ്പിക്കണമെന്നോ എന്നൊന്നുമല്ല പറയുന്നത്. നിങ്ങൾ ജസ്റ്റ് അവരെ കാണണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുക, ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഇൻട്രാക്ഷനൊക്കെ നടക്കുമ്പോൾ അത് കാഷ്വൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ തന്നെ മതി. അപ്പോഴാണ് അവിടെ മാനിഫെസ്റ്റേഷൻ നടക്കത്തുള്ളൂ, നമ്മുടെ ആ തോട്ട് പ്രോസസ്സ് വർക്ക് ആവത്തുള്ളൂ, പരസ്പരം ഒരു സ്പാർക്ക് തോന്നത്തുള്ളൂ, ഫീലിങ്സ് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ പതിയെ അത് ഒരു മാനിഫെസ്റ്റേഷനിലോട്ട് വരും 100%. അപ്പോൾ വിളിച്ച് ശല്യം ചെയ്യുക, പുറകെ നടക്കുക, മെസ്സേജ് അയച്ച് ശല്യം ചെയ്യുക എന്നുള്ളതല്ല ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങൾ ജസ്റ്റ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ജസ്റ്റ് കാണണം, പറ്റുമെങ്കിൽ കാഷ്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യണം, സംസാരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഇടപഴകുമ്പോഴാണ് ആ സ്പാർക്ക് വരികയും പിന്നീട് അത് നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ട്രാക്കിലോട്ട് വരികയും ചെയ്യത്തുള്ളൂ. സോ വിഷ്വലൈസേഷൻ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വീഡിയോ പ്രത്യേകം ശ്രദ്ധിക്കുക. ആക്ഷൻ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ആസ്ക് യൂണിവേഴ്സ് ബട്ട് സീക്രട്ട്ലി ബിലീവ് ഇറ്റ്സ് നോട്ട് പോസിബിൾ. യൂണിവേഴ്സിനോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിനോട് നമ്മൾ ഇന്നതാണ് ആഗ്രഹം, നമ്മുടെ ഇൻറ്റൻഷൻ ഇതാണ്, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ സീക്രട്ടായിട്ട്, രഹസ്യമായിട്ട് വിശ്വസിക്കുന്നത് ഇത് പോസിബിൾ ആകത്തില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ അതൊരു മിസ്റ്റേക്കാണ്. അവിടെ അത് നടക്കത്തില്ല. കാരണം നമ്മുടെ സീക്രട്ട് ഇമോഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നമുക്ക് പുറത്തേക്ക് എങ്ങനെ വേണമെങ്കിലും അഭിനയിക്കാം, ഞാനത് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അഭിനയിക്കാം. പക്ഷെ അകത്ത് സീക്രട്ടായിട്ടുള്ള നിങ്ങളുടെ ഇമോഷൻസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുക. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കെയർ ചെയ്യുക.
പോസിബിൾ ആണ് എന്നുള്ള രീതിയിൽ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നതാണെങ്കിലും ദൈവത്തിന് കൊടുക്കുന്നതാണെങ്കിലും ഒക്കെ ഒരു മിക്സഡ് സിഗ്നൽസ് ആയിരിക്കും നമ്മളിൽ നിന്ന്. അപ്പം നമ്മുടെ മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിനെ ബ്ലോക്ക് ചെയ്യാൻ അതൊരു കാരണമായിട്ട് മാറും. സോ അതുകൊണ്ട് നിങ്ങൾ പോസിബിൾ ആണെന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അടുത്തൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, നമ്മൾ പല ടെക്നിക്കുകൾ ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി റിസൾട്ടിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ. ആ വെയിറ്റിംഗ് ഒരു തരത്തിൽ നെഗറ്റീവാണ്. നമ്മളിങ്ങനെ റിസൾട്ട് വരും, സംഭവിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ പോകുന്ന തോട്ട് എന്താ? അത് തന്നെയാണ് അല്ലേ, വെയിറ്റ് ചെയ്യുക. ഞാൻ പല ആളുകളോടും പറയാറുണ്ട് വെയിറ്റ് ചെയ്യുക. പക്ഷെ അത് പറയുമ്പോൾ എനിക്കിപ്പോൾ പേടിയാണ്. ഞാനിപ്പോൾ പറയുന്ന ആളുകളോട് ഞാനത് പ്രത്യേകം പറയാറുണ്ട്. കാരണം നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുകയല്ല വേണ്ടത്, നിങ്ങളത് ബിലീവ് ചെയ്യുക വേണ്ടത്. ആക്ട് ആസ് ഇഫ് പോലെ ഒരു നമുക്കത് ഇല്ല എന്നുള്ള രീതിയിലായിരിക്കരുത് നമ്മുടെ തോട്ട് പോകേണ്ടത്. നമ്മളങ്ങനെ ഹോപ്പ് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് മാനിഫെസ്റ്റേഷന് എതിരാണെന്നാണ് പറയുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഇപ്പോൾ ആളുടെ പ്രസൻസ് ഉണ്ട്, ആൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളോട് മിങ്കിൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് എന്നുള്ള ഫീലിങ്ങിലൊക്കെ ആക്ട് ആസ് ഇഫ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അത് വിഷ്വലൈസേഷനിലാണ് നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുക. കണ്ണുകൾ അടച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത്, ഇടപഴകുന്നത് ഒക്കെ കാണുക. അവർ നിങ്ങളോട് സംസാരിക്കുന്നു, നിങ്ങൾ അങ്ങോട്ട് സംസാരിക്കുന്നു, ആ പരസ്പരം സംസാരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ചെവികൾ കൊണ്ട് കേൾക്കുന്നു. അങ്ങനെ 5 സെൻസസ് കൊണ്ട് അത് മാക്സിമം ഫീൽ ചെയ്ത് ആ ഇമോഷൻസ് ഒക്കെ നമ്മുടെ മനസ്സിലൂടെ കൊണ്ടുപോവുക. നമ്മുടെ ബോഡിയിൽ ഒട്ടാകെ ആ ഒരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വിഷ്വലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ആക്ട് ആസ് ഇഫ് ഇപ്പോൾ ഉള്ളതുപോലെയാണ് നമ്മളത് വിഷ്വൽ ചെയ്യേണ്ടത്. അങ്ങനെ നിരന്തരം കാണുമ്പോൾ അത് സബ് കോൺഷ്യസ്ലി പോവുകയും അതിനനുസരിച്ച് നമുക്ക് ഫ്യൂച്ചറിൽ കമ്മിങ് ഡേയ്സിൽ ഒരു മിറാക്കിളായിട്ട് നിങ്ങളുടെ ലൈഫിൽ അത് സംഭവിക്കുകയും ചെയ്യും. നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും. മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇത്രയാണ്: വെയിറ്റ് ചെയ്യുക, ഹോപ്പ് ചെയ്യുക, പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെയുള്ള ഒരു സംഭവം വേണ്ട. അതിനെ മാറ്റി അതിന് പകരം വിഷ്വലൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളുടെ കൂടെ ആളുണ്ട് എന്നുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ ഫീലിങ്സും അതുപോലെ തന്നെ നിങ്ങളുടെ സീക്രട്ട് ഇമോഷൻസും അങ്ങനെയായിരിക്കണം. അതാണ് മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇപ്പം നമ്മൾ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സമയത്ത് നമുക്ക് മെൻ്റലി ഓക്കെ ആയിട്ടിരിക്കാൻ പറ്റിക്കോളണമെന്നില്ല. കാരണം പല തോട്ട്സുകൾ വരും, നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു പേഴ്സണൽ സപ്പോർട്ട് ആവശ്യമായിരിക്കും. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഗൈഡൻസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. 21 ദിവസം പ്രോപ്പറായിട്ട് വാട്സപ്പിലൂടെ നിങ്ങളെ ഗൈഡ് ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ ആ ഇമോഷൻസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ വ്യക്തിയെ തിരിച്ച് അട്രാക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ടെക്നിക്കുകൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും കുറച്ച് ടൈം കണ്ടെത്തിയാൽ മതി. എന്നിട്ട് അത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 100% മാനിഫെസ്റ്റേഷനിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. ചെയ്യുന്ന എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നുണ്ട്. 95%, 5% നമ്മൾ ഗൈഡൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും ഇവിടുന്ന് കറക്റ്റായിട്ട്. പക്ഷേ പ്രോപ്പറായിട്ട് അവരത് ചെയ്യില്ല. രാവിലെയും വൈകുന്നേരം ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പം അതിന് ആ ഒരു ടൈം മാറ്റി വെക്കുക, എഫേർട്ട് ഇടാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആളുകൾ, കാരണം ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി സമയം മാറ്റിവെക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിലോട്ട് വരാം, അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാം. അതുവഴി നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതുകൂടാതെ നമുക്ക് ധാരാളം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ഇഷ്യൂ എന്താണെങ്കിലും അത് ഓപ്പണായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോർട്ടിന് വേണ്ടിയിട്ട് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വീഡിയോസ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് വീഡിയോസൊക്കെ സമയം കിട്ടുന്ന സമയത്തൊക്കെ നിങ്ങൾ കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലുമൊക്കെയാണ് ഇഷ്യൂസ് എങ്കിൽ അവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. നമസ്തേ.